അപ്പോൾ എല്ലാവർക്കും ഇടുക്കി ലൈഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ അനേക ദിവസങ്ങൾ കൂടി വീണ്ടും ഒരു വീഡിയോയ്ക്കായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് വന്നേക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തങ്കിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. തങ്കിപ്പാറ എന്ന് പറഞ്ഞാൽ വിമലഗിരി ഇച്ചിരി മുകളിലേക്ക് കയറി വരുമ്പോഴേക്കും കാണുന്ന ഒരു വലിയൊരു വ്യൂ പോയിൻ്റാണ്, ഒരു പാറയാണ്. ശരിക്കും പറഞ്ഞൊരു ഈ പാറ എന്ന് പറഞ്ഞൊരു ചേട്ടൻ്റെ ഉടമസ്ഥയിലുള്ള ഒരു സ്ഥലമാട്ടോ. ശരിക്കും പറഞ്ഞ തങ്കപ്പൻ എന്ന് പറഞ്ഞൊരു ചേട്ടൻ്റെ സ്ഥലമാണെന്നാണ് പറയുന്നത്, തങ്കിപ്പാറ. അതാണ് തങ്കിപ്പാറ എന്ന് പറഞ്ഞ പേര് വരാൻ കാരണം. നമുക്ക് ആ ചേട്ടനെ ഒന്ന് കാണിച്ചു തരാം. ആ ചേട്ടനത് തൊട്ട് പുറകെ നോക്കിപ്പോണ്ട്. പുള്ളിക്ക് ചെറിയൊരു ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പം പുള്ളിയുടെ കടയിൽ നിന്ന് നമ്മളൊരു നാരങ്ങ വെള്ളം കുടിച്ച് പുള്ളിയായിട്ട് ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. അപ്പോഴാണ് പറയണേ ഈ സ്ഥലമെല്ലാം പുള്ളിയുടെ ആണെന്നാണ് പറയുന്നത്. അതായത് ഗവൺമെൻറ് ഇപ്പം ഏറ്റെടുത്തിട്ടില്ല, പക്ഷേ പുള്ളിയുടെ ഉടമസ്ഥയിലാണ് ഇപ്പോൾ ആ സ്ഥലം കിടക്കുന്നത്. അതിൻ്റെ വിഷ്വൽസ് കാണിച്ചു തരാം. അതിനിപ്പോൾ നമുക്ക് ആ തങ്കപ്പൻ ചേട്ടനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതേ നിൽക്കുന്നതാണ് തങ്കപ്പൻ ചേട്ടൻ. ഇതാണ് ആ നമ്മൾ പറഞ്ഞ തങ്കപ്പൻ ചേട്ടൻ അല്ലേ? തങ്കപ്പൻ ചേട്ടൻ. ചേട്ടൻ്റെ പേരല്ല അല്ലേ ഈ സ്ഥലം അറിയപ്പെടുന്നത്? തങ്കിപ്പാറ എന്ന് പറയും അല്ലേ? അല്ലേ, ശരിക്കും പറഞ്ഞ ചേട്ടൻ്റെ ഉടമസ്ഥയിലാണോ ഈ സ്ഥലം അല്ലേ? അതല്ലേ. അപ്പൊ ഒരുപാട് ആൾക്കാരൊക്കെ ഇവിടെ വരാറുണ്ടോ? ഉണ്ടല്ലേ. അപ്പം കടയൊക്കെ എങ്ങനെ പോകുന്നു? അതല്ലേ. ചേട്ടൻ ഇച്ചിരി കടയൊക്കെ ഇച്ചിരി കൂടെ വിപുലമാക്കാനാണ് ചേട്ടൻ്റെ പ്ലാന്. അപ്പം തങ്കപ്പച്ചേട്ടൻ്റെ ഇതാണ്. അപ്പം തങ്കപ്പച്ചേട്ടൻ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ ചേട്ടൻ്റെ കടയൊക്കെ ഇച്ചിരി കൂടെ വിപുലമാക്കാനാണ് ചേട്ടൻ്റെ പ്ലാന്. ഒരുപാട് ആൾക്കാർ ഇവിടെ ഈവനിങ് ടൈമിലൊക്കെ വന്നിരിക്കാറുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് സ്ഥലം. ഈ ഇവിടുന്ന് ഈ സ്ഥലം എവിടെ കാണുന്നത്? താഴത്തെ സ്ഥലങ്ങളൊക്കെ ഇരുകൂട്ടി സ്ഥലമുണ്ടല്ലേ. അപ്പം കരിക്കുന്തോളം ഇരുകൂട്ടി പോകുന്ന സ്ഥലങ്ങളൊക്കെയാണ് താഴെ കാണുന്നത്. അതല്ലേ. മുളകുപള്ളി പള്ളി കാണാം. പിന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ മണിയാറൻകുടി ഭാഗമൊക്കെ കാണാം കേട്ടോ. മണിയാറൻകുടി പള്ളിയുടെയൊക്കെ ഒരു അംശമൊക്കെ ഒരു മേൽക്കൂരയൊക്കെ ഇവിടുന്ന് കാണാം. അതല്ലേ. അപ്പം നമുക്ക് ആ തങ്കിപ്പാറയുടെ വിഷ്വൽസ് ഇന്ന് കാണാം. ഉണ്ട് ഈ പോകുന്ന റോഡ് നേരെ വിമലഗിരി സിറ്റിയിലേക്ക് കേട്ടോ ഈ റോഡ് പോകുന്നത്. ഉണ്ട് അവിടെ നിന്ന് വണ്ടിയൊക്കെ കയറി വരുന്നത് കാണാം. ഇവിടെ നിന്ന് ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ അടിപൊളിയായിട്ട് കാണാം. കരിക്കുന്തോളം ഭാഗം, ഇരുകൂട്ടി ഭാഗം, പിന്നെ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെയാണ് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈവനിങ് ടൈമിൽ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിരിക്കാറുണ്ട്. ഭാവിയിലെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാകാൻ ചാൻസ് ഉള്ള ഒരു സ്ഥലമാട്ടോ ഇത്. ഇതവിടെ വേറൊരു വലിയൊരു മല കാണാം. തങ്കപ്പച്ചേട്ടൻ വരുന്നുണ്ട്. പുള്ളി കൂടുതൽ വിവരങ്ങൾ തരാനായിരിക്കാം വരുന്നത്. ഇതേ കാണുന്ന പാറ ഏതാ? വലിയ പാറ അതല്ലേ. ഇതേ കാണുന്ന പാറ എന്ന് പറയുന്നത് ആടുപാറ എന്ന് പറഞ്ഞ പാറ കേട്ടോ. അതിന്റെ മേളിലേക്ക് ആരെങ്കിലും കയറാറുണ്ടോ? ഉണ്ടല്ലേ. ഭയങ്കര രസമായിരിക്കും അതിന്റെ മേളിൽ കയറി കഴിഞ്ഞാൽ. ഭയങ്കര വ്യൂ ആയിരിക്കും അല്ലേ. 10 മൈൽ ഭാഗം അല്ലേ. ചേട്ടൻ ഇവിടെ താമസം കൂടെ എത്ര വർഷമായി? 50 വർഷമായിട്ട് ചേട്ടൻ ഇവിടെ താമസിക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ചേട്ടൻ്റെ പേരിലാണ് ഈ പാറ അറിയപ്പെടുന്നത്. അത് ഇവിടെ വന്ന് വീഡിയോ ചെയ്ത് ആർക്കും അറിയത്തില്ല അല്ലേ? ആർക്കും അറിയത്തില്ല. നമുക്കാണ് ഈ വിവരങ്ങൾ ചേട്ടൻ പറഞ്ഞു തന്നേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ തങ്കുപ്പാറ അല്ലേ? തങ്കുപ്പാറ എന്ന് പറയും. ഇതെവിടെ പറഞ്ഞാൽ മുളകുപള്ളി പള്ളിയാ. മുളകുപള്ളി പള്ളി അല്ലേ? വിമലഗിരി പള്ളി എവിടെ നിന്നാ കാണാം. അവിടെ അതേ കാണുന്ന വിമലഗിരി പള്ളി. ഇത് അങ്ങ് അതിൻ്റെ തൊട്ട് മേളില് ഞങ്ങളുടെ മണിയാറൻകുടി പള്ളി. ഞങ്ങളുടെയൊക്കെ വീട് ആ ഭാഗത്തായിട്ട് വരും. അങ്ങ് ആ ഏറ്റവും ടോപ്പിൽ പൊങ്ങി നിൽക്കുന്ന ആ മല പാൽക്കുളമേടാണ്. നമ്മുടെയൊക്കെ അഭിമാനം എന്ന് പറയണ പാൽക്കുളമേട്. ഞങ്ങളുടെ മണിയാറൻകുടിക്കാരെ അഭിമാനം എന്ന് പറയുന്ന പാൽക്കുളമേടാട്ടോ മേളിൽ ആ ഏറ്റവും ടോപ്പിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത്. ഇതേ കാണുന്ന
ആ പ്രദേശമൊക്കെ ആ പാറയൊക്കെ കൊതകുത്തിപ്പാറ എന്നാട്ടോ അറിയപ്പെടുന്നത്. ചേട്ടൻ അങ്ങനെയാണ് പറഞ്ഞു തന്നെ, കൊതകുത്തിപ്പാറ. ഇതിൻ്റെ എൻഡിലേക്കൊന്ന് പോയി നോക്കാം. ഇച്ചിരി രസമാണ് കാണാൻ. പാറയുടെ പേര് പറഞ്ഞത് പക്ഷെ മറന്നുപോയി. നല്ല രസം. ആ പാറയുടെയൊക്കെ മണ്ടയിൽ ആൾക്കാർ കയറുമെന്നാണ് പറയുന്നത്. ഉണ്ടോ, ഇങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഡേഞ്ചറാട്ടോ. ഇവിടെ കൊണ്ട് ഏകദേശം എൻ്റെ സ്ഥലമാട്ടോ. ഇത് കഴിഞ്ഞാൽ പിന്നെ കുത്തനെ ഉള്ള ഇറക്കമാണ്. നമുക്ക് ഭയങ്കര ഡേഞ്ചർ സിറ്റുവേഷനിലാണ് ഇതിൽ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ. അതുകൊണ്ട് ഇവിടം വരെയാണ് ഇതിൻ്റെ എൻഡിങ് എന്ന് എനിക്ക് പറയാം. കണ്ടത് ഈ താഴെ നിന്ന് വരുന്ന വഴിയാണ് നമ്മൾ വിമലഗിരിയിൽ നിന്ന് കയറി വരുന്ന വഴി. ഈ വഴി ഇങ്ങനെ കറങ്ങി നേരെ 16 കണ്ടത്തിന് നമുക്ക് പോകാൻ പറ്റും. തങ്കുച്ചേട്ടൻ അവിടെ നിൽപ്പുണ്ടല്ലോ. പുള്ളിക്ക് അവിടെ ചെറിയൊരു ഷോപ്പുള്ള കാരണം പുള്ളി അവിടെ ഉണ്ടാവും. തങ്കപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. അപ്പം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തുക. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.